നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ആലത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങളുമായി LDF കൺവീനർ A വിജയരാഘവൻ രംഗത്തെത്തിയിരിക്കുന്നു. മണ്ഡലത്തിൽ ഇതിനകം തന്നെ വലിയ മുന്നേറ്റം പ്രചാരണ രംഗത്ത് കാഴ്ചവെക്കുകയും LDF സ്ഥാനാർത്ഥി PK ബിജുവിനെ തോൽപ്പിക്കുന്ന തരത്തിൽ രമ്യ ഹരിദാസ് മുന്നേറുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള മോശം പരാമർശം LDF കൺവീനറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായ രമ്യ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി എന്നും ഇനി ആ കുട്ടിയുടെ കാര്യം എന്താവുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നുമായിരുന്നു A വിജയരാഘവന്റെ പരാമർശം. പൊന്നാനിയിൽ LDF കൺവെൻഷനിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മോശം പരാമർശം പറഞ്ഞിരിക്കുന്നത്. രമ്യ ഹരിദാസിനെ മോശമായി ചിത്രീകരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചത് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത്. സ്ത്രീ സമത്വവും നവോത്ഥാനവും എല്ലാം പ്രസംഗിക്കുന്ന ഇടതു നേതാക്കൾ ഇങ്ങനെയാണോ പറയുന്നത് എന്നും മറ്റും പലരും വിമർശനവുമായി ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. നോമിനേഷൻ കൊടുക്കാൻ പോയ ആ പെൺകുട്ടി നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി. അവർ ആദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയി ആരെ കണ്ടു? കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അതോടുകൂടെ ആ കുട്ടിയുടെ കാര്യം ഇനി എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. എല്ലാവരും പാണക്കാട് വന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇതായിരുന്നു LDF കൺവെൻഷനിൽ A വിജയരാഘവൻ പ്രസംഗിച്ചത്. ഇതോടെ ആലത്തൂരിൽ മത്സരിക്കാനെത്തിയ കോഴിക്കോട്ടെ പാവപ്പെട്ട പെൺകുട്ടിയെ LDF നിരന്തരം അപമാനിക്കുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ സംഭവം. ഇതിനു മുൻപും ദീപ നിശാന്തും രമ്യക്കെതിരെ വന്നിരുന്നു. അതേപോലെ തന്നെ നിരവധി പേരാണ് രമ്യക്കെതിരെ എത്തിയിരുന്നത്. തുടക്കം മുതലേ മത്സരിക്കാൻ പണമില്ലാതെ വന്നതോടെ പലരും രമ്യയെ സഹായിക്കാൻ രംഗത്തെത്തിയതാണ്. പാട്ടുപാടിയും നല്ല രീതിയിൽ പ്രസംഗിച്ചും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകിയുമെല്ലാം രമ്യ ഹരിദാസ് പ്രചാരണ രംഗത്ത് സജീവമായപ്പോൾ ഇടതുപക്ഷ ഫേസ്ബുക്ക് അനുഭാവിയായ തൃശൂർ കേരളവർമ്മ കോളേജിലെ ദീപ നിശാന്ത് വിമർശനവുമായി രംഗത്തെത്തിയതാണ്. പാട്ടു പാടുന്നതിനെ പരിഹസിച്ചും മറ്റും ദീപ ഇട്ട പോസ്റ്റിനു താഴെ പക്ഷേ വലിയ വിമർശനം ഉണ്ടായി. ഇതോടെ ദീപ പത്തിമടക്കുകയായിരുന്നു. ഇത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ അല്ലെന്നും മറ്റും പറഞ്ഞാണ് ദീപ എത്തിയിരുന്നത്. ഇതോടെയെങ്കിൽ ടീച്ചർ പാർട്ടി സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന തട്ടിപ്പുകാരുടെയും മറ്റും കാര്യം കൂടെ വിളിച്ചു പറയൂ എന്നായിരുന്നു വിമർശകരുടെ മറുപടി. ഇതിനു പിന്നാലെ അനിൽ അക്കരെ MLA യും ടീച്ചർക്കെതിരെ വിമർശനമുയർത്തി രംഗത്തെത്തിയതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ കണ്ടെത്തി അംഗീകാരം നൽകുകയും ദേശീയ നേതാവാക്കുകയും ചെയ്ത രമ്യ ഹരിദാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം LDF കൺവീനർ തന്നെ അധിക്ഷേപിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടുകൂടി ആദ്യം ഓടിയെത്തിയത് പാണക്കാട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അടുത്തേക്കാണെന്നും ഇനി ആ കുട്ടിക്ക് എന്തു പറ്റുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നുമാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ അധിക്ഷേപമാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ നവോത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരായി നിൽക്കുന്ന CPMന്റെ നേതാവ് തന്നെ ഇങ്ങനെ അധിക്ഷേപവുമായി വരണമെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനം വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചയാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.